ഹായ് ഫ്രണ്ട്സ്, ഗ്രേസ് ഓർക്കിഡ്സിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഫെലനോപ്സിസ്. ഓർക്കിഡ് ലവേഴ്സിനിടയിൽ വളരെ പോപ്പുലറായ ഒരു വെറൈറ്റിയാണിത്. ഇതിനെ മോത്ത് ഓർക്കിഡ് എന്നും വിളിക്കും. ഫെലനോപ്സിസ് എന്ന പേര് വന്നത് തന്നെ ഗ്രീക്ക് വേർഡ്സായ ഫെലാനിയ അതായത് മോത്ത്, ഓപ്സിസ് അതായത് അപ്പിയറൻസ്. കാരണം അതിൻ്റെ പൂക്കൾ കാണാൻ ഒരു മോത്തിൻ്റെ ഷേപ്പ് പോലെ ഉണ്ടാവും. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ ഫിലിപ്പീൻസ്, തായ്ലാൻഡ്, ഇന്തോനേഷ്യ ഇവിടങ്ങളിൽ നിന്നാണ് ഇതിന്റെ ഒറിജിൻ. ഏകദേശം 92 സ്പീഷീസ് ആണ് ഫെലനോപ്സിസിലുള്ളത്, ചിലപ്പോൾ അതിൽ കൂടുതലും. ഫെലനോപ്സിസിന്റെ കെയറിലേക്ക് വരുമ്പോൾ അല്പം കൂടുതൽ കെയർ വേണ്ട ഒരു വെറൈറ്റിയാണ് ഇത്. പ്രോപ്പർ കെയർ കൊടുത്താൽ ഇതിന്റെ പൂക്കൾ 6 മാസത്തോളം നിൽക്കും. ഒരു വർഷം 2 തവണ ഇത് പൂക്കും. ഫെലനോപ്സിസ് ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. അതിന്റെ ഇല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അതിനൊരു ഷെയ്ഡിൽ വേണം വെക്കാൻ. അപ്പോൾ അത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിരിക്കും. 18 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിന് വളരാൻ പറ്റിയ ഐഡിയൽ ടെമ്പറേച്ചർ. വാട്ടറിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടേത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാ ദിവസവും ഇതിന് വെള്ളം കൊടുക്കണം. പോട്ടിംഗ് മിക്സിൻ്റെ ഡ്രൈനെസ് അനുസരിച്ച് അതിൻ്റെ ചോട്ടിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ആഴ്ചയിലൊരിക്കൽ വെള്ളം കൊടുക്കാം. നല്ല എയർ സർക്കുലേഷനുള്ള സ്ഥലത്ത് തന്നെ ഇത് വെക്കണം. നമ്മൾ വരുത്തുന്നൊരു കോമൺ മിസ്റ്റേക്കാണ് കൂടുതൽ വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത്. ഈ ഫെലനോപ്സിസിന്റെ ഇലകൾ മഞ്ഞ നിറമായി കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ കൂടുതൽ വെള്ളം കൊടുക്കുകയാണ്. പിന്നെ ചൂട് കൂടിയാൽ ഇത് തന്നെ സംഭവിക്കാം. പിന്നെ ഇല ഭയങ്കര വ്രിങ്കിളിയായി ചുക്കി ചുരുങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഡീഹൈഡ്രേഷന്റെ സയൻസ് ആണ്. അപ്പൊ അതിനനുസരിച്ച് കെയർഫുൾ ആയിട്ട് നമ്മൾ വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കാം. പ്ലാന്റ് ഹെൽത്തിന്റെ കാര്യം വരുമ്പോൾ ഹെൽത്തി റൂട്ട്സ് ആണെങ്കിൽ ഇതുപോലെ ഗ്രീൻ കളറിലിരിക്കും. അല്ല ഇതുപോലെ ഡ്രൈ ആയി ശോഷിച്ചിരിക്കുകയാണെങ്കിൽ അത് സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് കളയാം. ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയാലും ഷൂട്ട് കട്ട് ചെയ്ത് കളയരുത്. അതിൽ നിന്ന് തന്നെ അടുത്ത ഷൂട്ട് വരും. ഫെലനോപ്സിസിന്റെ പോട്ടിങ്ങിന് വേണ്ടി നോർമലി യൂസ് ചെയ്യുന്നത് ചാർക്കോൾ ആണ്. അപ്പൊ എക്സസ് വെള്ളമോ ഫെർട്ടിലൈസറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചാർക്കോൾ വലിച്ചെടുത്തോളും. പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് ക്ലേ ബോൾസും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് തൊണ്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനെ കോക്കനട്ട് ഹസ്ക് ചിപ്സ് എന്ന് പറയും. അത് നമുക്ക് നഴ്സറി ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ പോട്ട് മേടിക്കുമ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, നല്ല എയർ സർക്കുലേഷൻ ഉള്ള പോട്ട് വേണം മേടിക്കാൻ. ക്ലേ ആയാലും പ്ലാസ്റ്റിക് പോട്ടായാലും ഒത്തിരി ഹോൾസ് ഉള്ള പോട്ട് നോക്കി വേണം മേടിക്കാൻ. അങ്ങനെ പ്രോപ്പർ കെയറിൽ കൂടുതൽ കാലം പൂത്തു നിൽക്കുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഫെലനോപ്സിസ്. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിലില്ലാത്ത കൂടുതൽ ഫാക്ട്സും കെയർ ടിപ്സും നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഇടാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്ലാൻ ലവർ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനും കെയർ ടിപ്സിനുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.